ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിശുദ്ധ ബൈബിളിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദൈവവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു: ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും പാപശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പകരമായി കാൽവരി ക്രൂശിൽ അകൃത്യയാഗമായി തീർന്നു. പാപത്തിൻ്റെ ശമ്പളമായ നിത്യമരണം നീക്കി വിശ്വസിക്കുന്ന ഏവർക്കും കർത്താവായ യേശു നിത്യജീവൻ ലഭ്യമാക്കിയിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ എല്ലാവർക്കും അത് വിശ്വസിക്കുന്നതിന് കഴിയുന്നില്ല. അത് ഒരു ഭോഷത്വമായി അവർ ചിന്തിക്കുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ വചനം ഇത് വ്യക്തമാക്കുന്നു: പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ദൈവഹിതത്തിന് വിരോധമായി നമ്മിൽ വാണുകൊണ്ടിരുന്ന സകല പാപ സ്വഭാവങ്ങളിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതിന്, നമ്മുടെ സകല പാപശാപങ്ങളെയും നമ്മിൽ നിന്ന് നീക്കി മായിക്കേണ്ടതിന്, നമ്മെ ഓരോരുത്തരെയും നിഷ്കളങ്കരും കർത്താവിന് വിശുദ്ധരുമാക്കേണ്ടതിന് നമുക്ക് പകരമായി കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു അകൃത്യയാഗമായി തീർന്നു. ഇത് മഹാദൈവത്തിൻ്റെ മനുഷ്യനോടുള്ള അഗാധ സ്നേഹത്തിൻ്റെ പ്രദർശനമാണ്, നിത്യമായ സത്യമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു പ്രാകൃത മനുഷ്യൻ്റെ ഉള്ളത്തോട് ഇതെത്രമാത്രം ഉപദേശിച്ചാലും അവനത് കൈക്കൊള്ളില്ല. ആത്മാവിൽ അതിൻ്റെ ആഴത്തെ ഗ്രഹിപ്പാനോ വിവേചിപ്പാനോ വിശ്വസിപ്പാനോ അവന് കഴിയുന്നില്ല. അതിനാൽ തന്നെ അവൻ അവൻ്റെ പാപാവസ്ഥയിൽ തുടരുന്നു. ദൈവവചനം വിശ്വസിച്ച് അനുസരിക്കുവാൻ തക്കവണ്ണം ഒരു വിനയം അവൻ്റെ ഹൃദയത്തിൽ ഉളവാകുന്നില്ല. ജ്ഞാനി എന്ന് അവൻ സ്വയം വിളിക്കുന്നു. എന്നാൽ ഈ അവസ്ഥയിൽ ദൈവം അവനെ മൂഢനെന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ളവർ ദൈവം അവനായി ഒരുക്കി വെച്ച സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ കഴിയാതെ അവിശ്വാസ നിമിത്തം എന്നേക്കുമായി ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ട് നിത്യശിക്ഷാവിധിക്ക് ഏൽപ്പിക്കപ്പെടുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 22 വരെ വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് വളരെ വ്യക്തമായി ഇങ്ങനെ പറയുന്നു: യേശു ക്രിസ്തുവിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും അവിടുന്ന് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് താൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും ക്രിസ്തുവേശുവിനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവാം ദൈവത്തിന് പ്രസാദം തോന്നി. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളുമായിരുന്ന നമ്മളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് യേശു ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നമ്മെ നീതീകരിച്ചു. പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം മാത്രമാണ് നമ്മുടെ ഓരോരുത്തരുടെയും സമസ്ത പാപങ്ങൾക്കും പ്രായശ്ചിത്ത ബലിയായി ദൈവം അംഗീകരിച്ചിട്ടുള്ളത്. റോമാലേഖനം അധ്യായം 8 വളരെ ശക്തവും വ്യക്തവുമായി ദൈവവചനം ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നു: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പ്രായശ്ചിത്തമായി കാൽവരി ക്രൂശിൽ പാപപരിഹാര ബലിയായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് വിശ്വാസത്തോടെ നോക്കുന്നവർ രക്ഷ പ്രാപിക്കും എന്നാണ് ദൈവം അരുളി ചെയ്തിരിക്കുന്നത്. ദൈവകോപവും നിത്യശിക്ഷാവിധിയും നമ്മെ വിട്ടുമാറേണ്ടതിന് പേർ പറയപ്പെടുന്ന വേറൊരു ദൈവവും നമുക്ക് വേണ്ടി ഇങ്ങനെ സ്വയമായി ഇറങ്ങി വന്ന പാപപരിഹാര ബലിയായി തീർന്നിട്ടില്ല. ദുഷ്ടനെ നിഗ്രഹിക്കുകയല്ല ഇവിടെ ചെയ്തത്. പകരം അവനെ നിരുപാധികം സ്നേഹിച്ച് അവനെയും വീണ്ടെടുത്ത് ദൈവ പൈതലാക്കുന്ന ഈ സുവിശേഷം എത്ര ഉദാത്തമാണെന്ന് മനസ്സിലാക്കുക. യുഗസന്ധ്യകളിൽ ഏതാനും ദുഷ്ടരെ നിഗ്രഹിച്ചുകൊണ്ട് മനുഷ്യകുലത്തെ നന്നാക്കുവാൻ കഴിയില്ല. എന്നാൽ ഏതു മനുഷ്യനെയും മരണപര്യന്തം സ്നേഹിച്ച് അവനിലുള്ള നന്മയെ ജ്വലിപ്പിച്ച് അവനെയും ദൈവമുൻപാകെ യോഗ്യനാക്കി തീർക്കുന്ന ഈ ദൈവിക പരിജ്ഞാനം എത്ര മഹോന്നതവും ഉത്കൃഷ്ടവുമാണെന്ന് ചിന്തിക്കുക. എന്നാൽ ക്രൂശിൻ്റെ വചനം പലർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല.
ദൈവം തൻ്റെ അനന്തമായ ജ്ഞാനത്തിൽ ചെയ്യുന്നതിനെയെല്ലാം പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കേവലം മനുഷ്യജ്ഞാനത്തിൽ കഴിയില്ല. എന്നാൽ ദൈവവചനം എന്ത് അരുളി ചെയ്യുന്നോ അതങ്ങനെ തന്നെ വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 19, 20, 21 വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ലോകം അതിൻ്റെ ജ്ഞാനത്താൽ ദൈവത്തെ അറിയായ്ക കൊണ്ട് ദൈവത്തിൻ്റെ അനന്തജ്ഞാനത്താൽ വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദമായി. അതാണ് അത്രമേൽ ഉത്കൃഷ്ടമായ ഉദാത്തമായ ദൈവിക പദ്ധതി. പ്രിയമുള്ളവരെ, ഇത് ഗ്രഹിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്നു. വചനം ഇങ്ങനെ പറയുന്നു: ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചുവെന്ന് നിശ്ചയമായി അറിഞ്ഞുകൊള്ളുക. പ്രിയമുള്ളവരെ, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് യേശു കർത്താവ് തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി പ്രായശ്ചിത്ത ബലിയായി തീർന്നു. അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. എത്ര അത്ഭുതാവഹമാണ് ഈ ദൈവിക പദ്ധതിയെന്ന് ഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവവചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുമ്പോൾ തന്നെ മറുത്തു നിൽക്കാതെ ദൈവം മുമ്പാകെ സമർപ്പിക്കുക. കേട്ട് വിശ്വസിക്കുന്നവരേവരും ദൈവശക്തി പ്രാപിക്കുന്നു. ഇങ്ങനെ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിൻ്റെ അന്തം നിത്യജീവനുമാകുന്നു. അബ്ബാ പിതാവേ എന്ന് അത്യുന്നതനായ ദൈവത്തെ വിളിക്കുവാൻ തക്കവണ്ണം നാം ദൈവമക്കളായിത്തീരുന്നു. യേശു കർത്താവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ മാത്രം നമുക്ക് ലഭ്യമായ ഈ ഭാഗ്യാവസ്ഥയുടെ മഹത്വം എത്ര ശ്രേഷ്ഠമെന്ന് മനസ്സിലാക്കുക. അതാരും നഷ്ടമാക്കരുത്. ദൈവം നമ്മെ അത്യധികം സ്നേഹിക്കുന്നു. അവിടുന്ന് നമ്മെ സഹായിക്കും. പ്രാർത്ഥിക്കുക.